हमारे बीच में उड़ीसा से भी जो सभी भाई लोग ज्वाइन हुए हैं उन सबको भी मसीह में स्वागत है। ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിൽ നിന്ന് വായിക്കാനായിട്ട് നമുക്ക് ഒരു വാക്യം എബ്രായ ലേഖനം 3:12 വാക്യം आज वचन का मनन के लिए हम पढ़ेंगे इब्रानियों 3:12। സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. കർത്താവിലുള്ള വിശ്വാസത്തിൽ വന്ന് ഹൃദയം ശുദ്ധി ചെയ്യപ്പെട്ട വിശുദ്ധന്മാർക്ക് ഒരു പ്രത്യേക മുന്നറിയിപ്പാണ് ദേവദാസൻ ഈ വചനത്തിലൂടെ നൽകി തരുന്നത്. प्रभु में विश्वासी होकर नया जन्म होकर जिनका हृदय शुद्ध हो गया है, मन शुद्ध हो गया है, ऐसे विश्वासियों के लिए चेतावनी के तौर पर लिखा हुआ वाक्य है ये। അവിടെ സഹോദരന്മാരെ എന്നുള്ള വിളി തന്നെ അവര് വിശ്വാസത്തിൽ ക്രിസ്തുയേശുവിനോട് ചേർക്കപ്പെട്ടവരാണ്. യേശുവിനെ വിശ്വസിച്ചപ്പോൾ അവരുടെ ഹൃദയം ശുദ്ധമായി തീർന്നു. അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. तो वहां पर हे भाइयों करके बोलकर ये वाक्य शुरू होता है, जिससे ये बात का सबूत है कि यहाँ पर नया जन्म पाए हुए विश्वासियों के बारे में है, जिनको हम जानते हैं कि विश्वास करते समय में उनका हृदय, उनका मन शुद्ध हुआ था। അപ്പോൾ നമ്മൾ വിശുദ്ധരായി തീരുന്നത് നമ്മളിലുള്ള ആദാമ്യ പ്രകൃതിക്ക് എന്തെങ്കിലും മാറ്റം വരിക എന്നുള്ളതല്ല, പിന്നെയോ വിശുദ്ധനായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളുടെ ആത്മാവും ദേഹിയും ശരീരവും ദൈവത്തിനൊരു മന്ദിരമായി വിശുദ്ധമായി തീരുകയാണ്. तो हम लोग प्रभु के विषय में जब हम लोग विश्वासी हो जाते हैं समय में प्रभु पुराना मनुष्य को मरम्मत करता है, ऐसा नहीं है, बल्कि हमारा आत्मा, प्राण और शरीर या देह परमेश्वर की उपस्थिति के लिए, परमेश्वर को बसने के लिए एक मंदिर बन जाता है। അപ്പോൾ ഇവിടെ നമ്മളെ 12ാം വാക്യത്തിൽ ഒരു പ്രത്യേക ആൻ ഈവിൾ ഹാർട്ട് ഓഫ് അൺബിലീഫ്, അപ്പം അൺബിലീഫ് നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാകും. तो वहां पर दो बातें लिखा गया है, बुरा और अविश्वासी मन करके बोलते समय में। दरअसल वो क्या है, अंग्रेजी में पढ़ते समय में तुम्हारा बुरा मन जो अविश्वास से होता है करके, यानी कि हमारे मन क्या करता है, अगर बुरा हो गया तो हम अविश्वास करते हैं। ഇവിടെ നമ്മൾ വിശ്വസിക്കുന്നത് യേശുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യേശുവിനെ വിശ്വസിക്കുമ്പോൾ യേശുവിന്റെ ഹൃദയത്തെ പൂർണ്ണമായി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ്. യേശുവിനെ മുഴുവനുമായിട്ടും നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അപ്പം നമ്മുടെ ഹൃദയത്തിന് പകരമായി ദൈവസന്നിധിയിൽ ഉള്ളത് യേശുവിന്റെ ഹൃദയമാണ്. അതാണ് നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത്. तो विश्वास बोलते समय में उसका मतलब क्या है, हम जब विश्वास करते समय में हम एक विश्वास एक व्यक्ति को कर रहे हैं, वो है प्रभु यीशु मसीह। यीशु मसीह पे विश्वास करते समय में हमारा मन जो है, हम वो मसीह का मन हमारा हो गया, जो शुद्ध मन है वो मसीह का मन के अवस्थे में वहां पर बोला है। तो वो मसीह का मन हो जाने के बाद वहां पर प्रभु परमेश्वर की उपस्थिति में हमारा मन नहीं, बल्कि हमारा मन के बदले मसीह का मन वहां पर खड़ा रहता है। ഞാൻ എന്നിലുള്ള വിശ്വാസം വിട്ടിട്ട് വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം യേശുവിന്റെ ഹൃദയത്തിലാണ് എന്റെ വിശ്വാസം മുഴുവനും ഇരിക്കുന്നത്. तो जब मैं विश्वास करता हूँ, प्रभु पे विश्वास करता हूँ बोलते समय में, मैं मुझ पर भरोसा या विश्वास नहीं कर रहा, बल्कि विश्वास का नायक और विश्वास का श्रोता, जो सब बातों का आरंभ करने वाला, उस विश्वास का नायक प्रभु यीशु मसीह पर मैं आश्रय कर विश्वास करके जी रहा हूँ। वो मसीह का मन है वो। അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശു ക്രിസ്തുവിന് ഒരു വിശ്വാസം ആവശ്യമായിരുന്നു. जब यीशु इस दुनिया में जीते समय में उनको भी विश्वास करना, उनको वो खुद विश्वास करते थे। മനുഷ്യനെന്ന രീതിയിൽ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചു. मतलब वो मनुष्य होने के नाते मनुष्य यीशु क्या करता था, हमेशा पिता पर विश्वास करके जीता था। അവന്റെ മരണം വരെയും അല്ലെങ്കിൽ ആ പോയിന്റ് ഓഫ് ഡെത്ത് വരെയും അവൻ അനുസരിച്ച് പിതാവിനെ അവിശ്വസിക്കാതെ ഒരു ശുദ്ധ ഹൃദയത്തോടെ ജീവിച്ച ഏക വ്യക്തിയാണ് യേശു ക്രിസ്തു. तो एक लौता मनुष्य इस दुनिया में जो मृत्यु तक, अंत तक आज्ञाकारी होकर विश्वास करके पूर्ण रीति से परमेश्वर विश्वास करके जिया हुआ एक लौता मनुष्य है प्रभु यीशु मसीह। അപ്പൊ നമുക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ ഹൃദയ ചിന്ത പരിശുദ്ധാത്മാവിൽ കിട്ടുന്നത് യേശു ക്രിസ്തുവാണ് ജീവനുള്ള പിതാവിനെ ത്യജിച്ചു കളയുക. കർത്താവ് പറഞ്ഞല്ലോ,
ഞാൻ എൻ്റെ ജീവനുള്ള പിതാവിനാൽ ജീവിക്കുന്നത് പോലെ എന്നെ വിശ്വസിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. तो हमें इस बात का एक भरोसा रहता है कि पूरा मनुष्य जात को प्रतिबिंबित करके जीने वाला जो एकमात्र प्रभु यीशु मसीह, वो एक ऐसा मनुष्य है जो परमेश्वर के ऊपर कभी अविश्वास नहीं करता बल्कि हमेशा विश्वास में रहता है। और जैसा वो प्रभु ने उसके विषय में गवाही दिया है कि मैं इस दुनिया में पिता के द्वारा मैं जीता हूँ। എപ്പോഴാണ് നമ്മുടെ ഹൃദയം അശുദ്ധമാകുന്നത്? നമുക്ക് അവിശ്വാസം വരുമ്പോൾ നമ്മുടെ ഹൃദയം, കാരണം ക്രിസ്തുവിലുള്ള നമ്മുടെ ആശ്രയബോധം വിട്ടിട്ട് നമ്മൾ എന്ന ഹൃദയത്തിലേക്ക് തിരിയുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയം അശുദ്ധമാണ്. കാരണം നമ്മുടെ ഹൃദയത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. तो हमारा मन कभी अशुद्ध होता है, हमारा मन बुरा कब होता है? जब हम प्रभु पर अविश्वास करते हैं। जब हम लोग पूर्ण रीति से प्रभु पर आश्रय कर विश्वास नहीं करते तो तब हमारा मन बुरा और कपट रहता है। അപ്പൊ നമ്മുടെ ആ വില്ല് എന്ന് പറയുന്ന നമ്മുടെ ആളത്വത്തിന്റെ പ്രധാന ഭാഗം വില്ല് യേശുക്രിസ്തുവിന് സറണ്ടർ ചെയ്തിട്ട് ഞാനല്ല ക്രിസ്തു അത്രേ എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ ഹൃദയം കംപ്ലീറ്റ് ക്ലീൻ ആയി ശുദ്ധമുള്ളതായി തീരുന്നത്. तो इसलिए ऐसा व्यक्ति जो अपना जिसका इच्छा पूर्ण रीति से प्रभु की ओर समर्पण करके कहता है कि मैं मुझ पर आश्रय करता नहीं, मुझ खुद पर विश्वास नहीं करता, बल्कि प्रभु यीशु मसीह पर विश्वास करता है, इस अवस्थे में आने वाला व्यक्ति जो पूर्ण रीति से प्रभु यीशु मसीह पर विश्वास करने वाला व्यक्ति ही है शुद्ध और पवित्र व्यक्ति। അപ്പം കർത്താവ് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അതായത് ലൂക്കോസ് സുവിശേഷം 9:41 അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ. അപ്പോൾ എവിടെ അവിശ്വാസമുണ്ടോ അവിടെ എല്ലാ വിധത്തിലുള്ള അശുദ്ധിയുമുണ്ട്. लूकोस 41 लूका 9 का 41 पे जब हम पढ़ते समय में वहां पर हम देखते हैं कि हे तुम अविश्वासी और हठीले लोग करके बोलते समय में ये किसके विषय में बोला गया है? ये वो विषय लोग, अविश्वासी लोग हैं जो अपने आप पर विश्वास करते हैं, अपने स्वयं पर भरोसा करके जीने वाले लोग हैं। ये लोग हठीले बन गए। ഫെയ്ത്ത്ലെസ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഇല്ലായ്മയാണ്. അത് ഞാൻ എന്നെ വിശ്വസിക്കുന്നതല്ല വിശ്വാസം. मतलब अविश्वासी मतलब क्या है कि ऐसा व्यक्ति जो कभी भी परमेश्वर की बातों पर विश्वास नहीं करता बल्कि अपने आप पर विश्वास करके जीकर परमेश्वर को ठुकराते हैं, उन लोगों को कहा गया है हे अविश्वासी। അപ്പൊ നമ്മള് 1 യോഹന്നാൻ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം पहला യോഹന്നാൻ 5:1 में हम पढ़ते हैं, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ, जो यीशु मसीह को मसीह है करके विश्वास करता है। അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ 33 വർഷം ജീവിച്ച യേശു ദൈവപുത്രനായ മശിഹയാണ്. അപ്പോൾ അവന്റെ വിശ്വസിക്കുമ്പോൾ അവന്റെ ഹൃദയം അങ്ങ് ശുദ്ധമായി തീരുകയാണ്, ദൈവത്തിന്റെ അംഗീകാരമുള്ള വ്യക്തിയായി തീരുകയാണ്, ദൈവത്തിന്റെ മകനായി തീരുകയാണ്. मतलब वो व्यक्ति जो विश्वास करता है कि यीशु ही परमेश्वर का पुत्र जो मसीह है, जो हमें बचाने आया था, ये परमेश्वर का पुत्र है, विश्वास करने वाला व्यक्ति, उसका अवस्था क्या होता है? उसका हृदय शुद्ध हो जाता है, परमेश्वर की उपस्थिति में वो पवित्र होता है और ऐसा व्यक्ति परमेश्वर का पुत्र होता है। അപ്പൊ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ക്രിസ്തു നമ്മളെ ഭരിക്കാനായിട്ട് വരികയാണ്. കാരണം അവൻ കർത്താവാണ്. യേശുവിനെ കർത്താവായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആ പ്ലെഡ്ജ് അതാണ്, നിന്നെ എന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തെ ഭരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. എനിക്കൊരു കർത്താവിനെ ദൈവം തരികയാണ്. तो प्रभु को विषय में जब हम प्रभु को स्वीकारते समय में हम उसको प्रभु बोलकर स्वीकारते हैं, तो वो प्रभु बोलकर स्वीकारते समय में फिर प्रभु है जो हमारे हृदय का देखभाल करने का, हमारा जीवन का देखभाल करने का, जिंदगी का जिम्मेदारी लेते हैं। ये प्रभु की उपस्थिति में हम शपथ ले रहे हैं, हम गवाही देकर क्या बोल रहे हैं कि तू यीशु तू ही मेरा प्रभु है बोलकर उस बात पर होकर हम अधीन होते हैं। ऐसा होते समय में हमें हमारा मन का अधिकार प्रभु को देना है। നമ്മുടെ ഭൗമിക വിഷയത്തിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ സഹായിക്കുന്ന ഒരു സോഴ്സായിട്ട് യേശുവിനെ വിശ്വസിക്കുമ്പോഴും നമ്മളൊരു ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രക്ഷയിലേക്ക് വരുന്നില്ല. കാരണം അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. യേശുവിന്റെ കർത്തൃത്വം നമ്മുടെ ഹൃദയത്തിന് കിട്ടുമ്പോഴാണ് നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായി തീരും. കാരണം ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴെ ഒരാൾ വന്നാൽ അവന് ഹൃദയം പൂർണ്ണമായി ശുദ്ധിയുള്ളതാണ്. കർത്താവ് പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കണ്ടിരിക്കുകയാണ്. तो हम लोग विश्वास करते समय में हम लोग किस बात पर यीशु पर विश्वास कर रहे हैं? प्रभु बोलकर कि प्रभु तुम हमारा संसार का शारीरिक जीवन का जरूरतों को पूरा करना। जो व्यक्ति ऐसा यीशु को शारीरिक बातों के लिए पूरा करने के लिए, उस बात के लिए अगर यीशु पर विश्वास कर रहे हैं तो उसका अभी तक उद्धार पूरा नहीं हुआ है। क्योंकि यीशु को प्रभु बोलकर स्वीकारते समय में यीशु मेरा पूरा जीवन का प्रभु बनकर वो प्रभुत्व का अधीन में होने के लिए प्रभु को हम स्वीकार रहे हैं, उस अर्थ पर वो मेरा प्रभु है।
അപ്പോൾ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ നോക്കുകയാണെങ്കിൽ അവർ ദൈവത്തെ വിശ്വസിച്ചു, ദൈവം അവരെ ഭരിച്ചു. അങ്ങനെ ഇരിക്കെ അവർക്ക് അവിശ്വാസം വന്നിട്ട് അവരെ വേറൊരു രാജാവിനെ ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. तो इसलिए प्रभु को जब हमारे विषय में जब विश्वास करते हैं समय में, उसका उद्देश्य क्या है कि वो हमारा प्रभु बनकर हमारे अंदर हुकूमत करे, राज्य करे। इसके लिए हम प्रभु को प्रभु करके स्वीकारते हैं, शारीरिक बातों के लिए नहीं। इस्राएल का जीवन में हम देखते हैं समय में इस्राएल ने भी जब उन लोगों ने परमेश्वर को स्वीकार कर परमेश्वर का आज्ञा का मानकर जीते समय में उनका वो क्या उद्देश्य था कि यहोवा हमारा परमेश्वर है, वो हमारा प्रभु है, चलाना चाहिए। परंतु आगे चलकर क्या हो गया, इस्राएलियों के जीवन में अविश्वास का अवस्था आया। वो अविश्वास का अवस्था में आते समय में उन लोगों ने क्या कहा, हमें एक राजा चाहिए। जो प्रभु पहले से उनका राजा था वो छोड़कर उनको दूसरा राजा चाहिए था। ഇതുവരെയും അവർക്ക് അവരുടെ ഹൃദയം ശുദ്ധമായിരുന്നു. ഇപ്പോൾ അവര് ഞങ്ങളെ ഭരിക്കുവാൻ ദൈവമല്ലാത്ത ഒരാൾ വേണം എന്നുള്ള ഒരു നിലയിൽ അവർ വന്നപ്പോൾ അവരുടെ ഹൃദയം പൂർണ്ണമായിട്ടും ദൈവത്തിൽ നിന്നും മാറിപ്പോയി. നമ്മളത് 1 ശമൂവേൽ 8-ാം അധ്യായം വായിക്കുന്നുണ്ട്. 1 ശമൂവേൽ 8-ാം അധ്യായം നമ്മള് വിശദീകരിച്ച് വായിക്കേണ്ട, ആ അർത്ഥം മാത്രം വരുന്ന കാര്യങ്ങൾ അതിലെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, तो तब तक इस्राएलियों का मन को अगर हम देखा जाए तो तब तक उन लोग का मन पवित्र था, क्योंकि वो लोग हमेशा प्रभु पर आश्रय करके जीने वाले लोग थे। परंतु अविश्वास उनके मन में आने की वजह से, हृदय भ्रष्ट होने की वजह से वो लोग क्या हो गए, वो लोग ने एक राजा को मानने लगा। वो हम पहला सामुएल का पुस्तक 8वां अध्याय में हम उसके बारे में देखते हैं। पूरा पढ़ने का जरूरत नहीं है समय बचाने के लिए, बस वो अर्थ समझने के लिए पहला सामुएल 8:6 में पढ़ते समय में वहां पर हम देखते हैं। ഇവിടെ നമ്മൾ ഒരു ശമൂവേലിനെ കാണുകയാണ്. यहाँ पर हम एक शमूएल को देखते हैं। ശമൂവേലിന്റെ ഹൃദയം ഇപ്പോഴും ശുദ്ധമാണ്, കാരണം ശമൂവേലിനെ ഭരിക്കുന്നത് യഹോവ നേരിട്ട് തന്നെയാണ്. तो शमूएल का मन अभी भी शुद्ध है, पवित्र है। क्यों? क्योंकि यह शमूएल का हृदय में प्रभु अभी भी यहोवा परमेश्वर है। അപ്പോൾ ഒരു രാഷ്ട്രത്തെ മുഴുവൻ ഭരിക്കുമ്പോൾ ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ ഭരണം നേരിട്ട് വരുന്നു. കാരണം ഇസ്രായേൽ മക്കൾ എല്ലാം അവിശ്വാസത്തികളായി അവരെല്ലാവരും കൂടി അവിടെ നമ്മൾ 6-ാം അധ്യായം വായിക്കുന്നുണ്ട്, 8-ാം അധ്യായം വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് കൂടിയപ്പോൾ ശമൂവേൽ എന്നൊരു ഒറ്റ വ്യക്തി ദൈവസന്നിധിയിൽ ദൈവത്തിന് നേരിട്ടുള്ള ഭരണം സ്വീകരിച്ചവനാണ്. वहां पर परमेश्वर भले ही पूरा इस्राएल राष्ट्र का परमेश्वर और प्रभु है, लेकिन प्रभु हर एक इस्राएली व्यक्ति के व्यक्तिगत जीवन में भी सबका प्रभु होने का आग्रह था। तो जब पूरे लोगों ने एक राजा का मांग किया, जो परमेश्वर को छोड़कर कोई और राजा होना चाहिए, उस समय में वहां पर 6, 7, 8 पढ़ते समय में हर एक इस्राएली लोग वहां पर उठकर बोल रहे कि हमें एक राजा चाहिए करके, और उन्होंने परमेश्वर को ठुकराया। ऐसे समय में सिर्फ शमूएल नाम का एक ही व्यक्ति था जिसका हृदय में परमेश्वर प्रभु था। അവർക്ക് ശമൂവേലിന് മുമ്പേ ഏലി മഹാപുരോഹിതനായിരുന്നപ്പോഴും ഏലിയുടെ പരാജയത്തിന്മേൽ ദൈവം സർവ്വജനത്തെ ഉപേക്ഷിക്കുന്നില്ല. കാരണം ജനത്തിന് അപ്പോഴും ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. മഹാപുരോഹിതൻ മാറിപ്പോയെങ്കിലും, മഹാപുരോഹിതന് അവിശ്വാസം ഉണ്ടായെങ്കിൽ പോലും ജനം ദൈവത്തെ അപ്പോഴും വിശ്വസിച്ചപ്പോൾ ദൈവം അവരെ പരിഗണിച്ചു, അവരുടെ യുദ്ധങ്ങൾ നടത്തി, അവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. वहां पर शमूएल के पहले जो सचमुच प्रभु का भक्ति करने वाला व्यक्ति एली था, जो भविष्यवक्ता था, लेकिन वो जो महायाजक था, ये महायाजक एली आगे चलकर प्रभु पर अविश्वास करके परमेश्वर के खिलाफ वो खड़ा रहा। परंतु ऐसे समय में ये लोग इस्राएली लोग तभी भी परमेश्वर पर विश्वास करके जीने वाले लोग थे, परमेश्वर आश्रय करके जीने वाले लोग थे। तो भले ही महायाजक भ्रष्ट होकर अशुद्ध हो गया तो भी परमेश्वर ने इस्राएल को ठुकराया नहीं, बल्कि जो भी इस्राएल को युद्ध में चल रहा था वो सब बातों में मदद यहोवा परमेश्वर ने किया था। ഏലിയുടെ കുടുംബത്തോട് ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ 2-3 അധ്യായങ്ങൾ വായിക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ളൊരു പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഇസ്രായേൽ ഗോത്രത്തിൽ ഒരു വീട്ടിലും ഉണ്ടായില്ല. കാര്യം അവരെപ്പോഴും വിശ്വാസത്തിലാണ്. तो हम 2रा अध्याय 3रा अध्याय पहला शमूएल में पढ़ते समय में एली का घर में, एली का भवन में क्या क्या हादसा हुआ, परमेश्वर ने जो न्याय वहां पर किया, अगर हम बाइबल पढ़ेंगे तो और किसी का घर में ऐसा हादसा, ऐसा दुर्घटना होते हम नहीं देखते। क्योंकि वहां पर ऐसा घटना होते समय में सिर्फ वो घर एली का घर में ही अन्य परमेश्वर के खिलाफ हृदय अशुद्ध हुआ था, इसलिए परमेश्वर सिर्फ वही परिवार के साथ न्याय किया है। ഇവിടെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് നടക്കുകയാണ്. കാരണം ജനങ്ങളെല്ലാം ഇപ്പോൾ മാറിപ്പോവുകയും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ദാസനായ ശമൂവേൽ ദൈവത്തിൽ വിശ്വസിച്ചു. ശമൂവേലിന്റെ ഹൃദയം അശുദ്ധമായില്ല. परंतु यहाँ पर सब 8वां अध्याय में आते समय में सब उल्टा हो गया। जो लोग एक समय में पूर्ण रीति से परमेश्वर पर आश्रय करके जीने वाले ये इस्राएली लोग 8वां अध्याय में देखते हैं वो लोग परमेश्वर के खिलाफ हो गया, और वहां पर एक ही पुरुष है शमूएल जो परमेश्वर पर आश्रय करके जी रहा था। ഇവിടെ ശമൂവേൽ ഒറ്റയ്ക്കും ജനമെല്ലാം വേറൊരു നിലയിൽ, നമ്മുടെ അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശമൂവേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഈ ജനം മുഴുവനും അവിശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിന്നെ വിട്ടുപോയി. അവിടെ 7-ാം വാക്യത്തിൽ
അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവം കേൾക്കുന്ന ഒരു ഉത്തരമാണ് അവിടെ വായിക്കുന്നത്. ഏഴാം വാക്യം. वाक्य 7 वहां पर जब पढ़ते समय में वहां पर शमूएल परमेश्वर से वो प्रार्थना करता है, यहोवा परमेश्वर के बोलता है कि देखो ये लोग का अवस्था क्या हो गया करके, जो अविश्वास उनके जीवन में आ गया, क्योंकि वो लोग निकम्मा हो गए, वो लोग ने परमेश्वर को टुकरा दिया, उनके जीवन में अविश्वास का अवस्था आया करके ऐसा प्रार्थना कर रहा है शमूएल। അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ ജെനുവിനായിട്ടുള്ള ഇടപെടലിൽ ഒരാൾക്ക് ഇല്ലാതെ വരുമ്പോൾ അയാൾ അവിശ്വാസത്തിലാണ് ആയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. तो यहाँ पर स्पष्ट रीति से हम जान सकते हैं, जो व्यक्ति का मन यहोवा की ओर सीधा नहीं है, जिसका हृदय परमेश्वर की ओर सीधा नहीं है, तो उसके जीवन में अविश्वास का अवस्था आ जाता है। അപ്പൊ കർത്താവ് എന്നെ ഭരിക്കുന്നതാണ്, അതാണ് വിശ്വാസം. കർത്താവ് ഭരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ്? നല്ല ഹൃദയമാണ്, ശുദ്ധിയുള്ള ഹൃദയമാണ്. നമ്മൾ ദൈവത്തിന്റെ ഭരണം നേരിട്ട് അനുഭവിച്ചറിയുന്നവരാണ്. तो सच्चा अच्छा और शुद्ध मन कैसा है? जिसका मन को प्रभु राज्य कर रहा है, प्रभु प्रभुत्व कर रहा है, जिसका मन को हृदय को प्रभु प्रभुत्व करता है, वही है जो सच्चा शुद्ध और पवित्र मन परमेश्वर की उपस्थिति में है, क्योंकि उसने अपना सारा जीवन का केंद्र भाग प्रभु को दिया है। അപ്പോൾ ജനങ്ങളെല്ലാം അവിശ്വാസത്തിൽ ജീവിച്ചപ്പോഴും ദൈവത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്ന അനേക സംഭവങ്ങൾ, അനേക ദൈവദാസന്മാർ തിരുവചനത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് ജനത്തിന്റെ അവിശ്വാസം അവരെ ബാധിച്ചില്ല. तो हम बाइबल में ऐसा बहुत से विश्वासियों को हम देखते हैं जहां पर पूरा लोग यहोवा के खिलाफ होकर परमेश्वर के खिलाफ अविश्वास का अवस्था देकर परमेश्वर को टुकराते समय में बाइबल में कुछ व्यक्ति लोग थे जो व्यक्तिगत रीति से प्रभु के साथ खड़े रहे। भले ही लोग परमेश्वर के खिलाफ हुए तो भी वो लोगों का अवस्था देकर ये व्यक्ति लोग अलग विरुद्ध नहीं हुआ, बल्कि प्रभु के साथ खड़ा रहा। അപ്പോൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സഭയിലുള്ള 10-50 പേരുണ്ടെങ്കിലും എല്ലാവരുടെയും വിശ്വാസത്തെ കണക്കിലെടുത്തല്ല ദൈവം അവിടെ പ്രവർത്തിക്കുന്നത്. കാരണം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്റ്റാൻഡ് അവിടെ ഉണ്ട്, ദൈവത്തിൻ്റെതായിരുന്ന സാന്നിധ്യം അവിടെ ഉണ്ട്. അതാണ് അപ്പോൾ കർത്താവ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് അവിശ്വാസം കൊണ്ട് നിറഞ്ഞൊരു കാലഘട്ടമാണ് ഇന്ന് സഭ. इसलिए आज का समय में भी अगर हम जीते समय में, हम जो मंडली में हम जीते समय में, प्रभु मंडली में 10 लोग है, 20 लोग है, 100 लोग है, इसलिए प्रभु खुश है, ऐसा नहीं प्रभु मंडली को देखता। लेकिन उस मंडली में अगर एक भी व्यक्ति जो सचमुच प्रभु के अधीन होकर प्रभु का प्रभुत्व में जी रहा है, तो प्रभु वो मंडली को आशीष देता है, क्योंकि प्रभु अपना मंडली से बहुत प्रेम करता है। क्योंकि हम एक ऐसा जमाने में जी रहे हैं, ऐसा युग में जी रहे हैं जहां पर अविश्वास बहुत ज्यादा बढ़ रहा है, लोगों में अविश्वास ज्यादा बढ़ जाता है। അപ്പൊ അവര് സഭയിലോട് പറയും, ഞങ്ങൾക്ക് ലോകത്തിലുള്ളതുപോലെ. അപ്പം ലോകത്തിലുള്ള കാര്യങ്ങൾ സഭയ്ക്ക് വേണം എന്നുള്ളതാണ് ഭൂരിപക്ഷവും വിശ്വാസികൾ ചിന്തിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഞെരുങ്ങുകയും വേദനിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരില്ല എങ്കിൽ ആ സഭ തികച്ചും അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. तो जब यहाँ पर लोगों ने क्या किया, जैसा वाक्य 5 में आप पढ़ते समय में उधर लोगों ने क्या बोला, जैसा अन्य जाति में रीति के अनुसार अन्य जाति लोगों के पास एक राजा है, उस तरह हमें भी एक राजा दो करके लोगों ने शमूएल को पूछा। उसी तरह आज का जमाने में मंडली में लोग क्या बोलते हैं, संसार की बातें हमें मंडली में चाहिए करके लोग बोलकर मंडली में वो लोग आवाज उठाते हैं। तो उस समय में जैसा शमूएल प्रभु के लिए अकेला खड़ा रहा, उसी तरह अगर आज के जमाने में भी प्रभु के दास लोग अगर यहोवा के लिए, प्रभु के लिए अगर खड़ा नहीं रहेंगे तो वो मंडली जल्दी गिर जाएगा। നമ്മൾ ഇനി ഇതുപോലെ തന്നെ ശമൂവേലിനെ പോലെ ശമൂവേൽ ഒറ്റയ്ക്ക് നിന്ന് ജനങ്ങളെല്ലാം ശമൂവേലിനെതിരെ നിന്നതുപോലെയുള്ള ഒരു അവസ്ഥ യിരെമ്യാവിനും അനേക ദൈവദാസന്മാർക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുന്നുണ്ട്. യിരെമ്യാവിന്റെ ഒരു അനുഭവം നമുക്ക് നോക്കാം. तो ऐसा बहुत से प्रभु के दास लोग हैं जो उस समय में पूरा लोग जब प्रभु के खिलाफ हो गए तो उसमें से कुछ एक व्यक्ति अकेला खड़ा हो गया था। उसमें से एक व्यक्ति है यिर्मयाह के बारे में। यिर्मयाह के बारे में भी हम ऐसा पढ़ते हैं, यिर्मयाह के समय में भी लोग, इस्राएली लोग परमेश्वर के खिलाफ हो गए तो यिर्मयाह अकेला प्रभु के साथ खड़ा था। അപ്പം യിരെമ്യാവിന്റെ പുസ്തകം 44 16 മുതൽ അതിന്റെ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്നത്തെ ഇസ്രായേൽ മക്കളുടെ അവസ്ഥ എന്താണെന്നും യിരെമ്യാവിന്റെ ഹൃദയാവസ്ഥ എന്തെന്ന് നമുക്കറിയാൻ കഴിയും. तो यिर्मयाह का पुस्तक 44 का उसका 16 से 18 वाक्य पढ़ते समय में वहां पर हम देख सकते हैं कि यिर्मयाह का मन कैसा था और इजरायली लोगों का मन कैसा था, हम देख सकते हैं। അവിടെ അവർ പറയുകയാണ്, ജനങ്ങളെല്ലാം ചേർന്ന് പറയുകയാണ്. 44 16 17 18 വാക്യങ്ങൾ 16 पढ़े, 16 से। जो वचन तूने हमको यहोवा के नाम से सुनाया है उसको हम नहीं सुनने के,
जो मन्नतें हम मान चुके हैं उन्हें हम निश्चय पूरी करेंगे। हम स्वर्ग की रानी के लिए धूप जलाएंगे और तपावन देंगे, जैसे कि हमारे पुरखा लोग और हम भी अपने राजाओं और हकीमों समेत यहूदा के नगरों में और यरूशलेम की सड़कों में करते थे, क्योंकि उस समय हम पेट भर के खाते और भले चंगे रहते और किसी विपत्ति में नहीं पड़ते थे। परंतु जब से हमने स्वर्ग की रानी के लिए धूप जलाना और तपावन देना छोड़ दिया, तब से हमको सब वस्तुओं की घटी है और हम तलवार और महंगी के द्वारा मिट चले हैं। അടുത്ത വാക്യം, അതിന്റെ 18ാം വാക്യം. 18 വായിച്ചു. ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയബലി പകരുന്നതും നിർത്തിയത് മുതൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ. हाँ, मतलब आप 18 वाक्य में देखो, जब से हमने आकाश के रानी या आकाश का देव को धूप चलाने के लिए हमने रुक गया, तब से हमारे जीवन में विपत्ति आया. അപ്പോൾ ഒരു ലോകത്തിൽ ഒരു സംരക്ഷണവും ലോകത്തിൽ സുഖമായി ജീവിക്കാനുള്ള ഈ വിശ്വാസം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസമല്ല, അത് അശുദ്ധ ഹൃദയത്തിൽ നിന്നുളവാകുന്ന വിശ്വാസമാണ്. കാരണം യേശുവിനെ അല്ല അവർ വിശ്വസിക്കുന്നത്, യേശുവിന് പകരം മാമോനെയാണ്. കാരണം मामोനെയും ദൈവത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. तो इसलिए ऐसा विश्वास कि हम लोग परमेश्वर को इसलिए विश्वास कर रहे हैं कि हमारे जीवन का दुनिया के जीवन में सुकून शांति मिले, शारीरिक जीवन में कोई तकलीफ ना हो, विपत्ति ना हो, कोई भी दुष्टता ना हो, ऐसा बोलकर अगर हम लोग परमेश्वर को मान रहे हैं तो वो सच्चा विश्वास नहीं, बल्कि वो यीशु को छोड़कर हम मामोन पर विश्वास कर रहे हैं. इसलिए जो कोई भी दो व्यक्तियों का सेवा नहीं कर सकता. അന്ന് ഞങ്ങള് സുഖമായിരുന്നു. उस दिन जब हम लोग आकाश स्वर्ग की रानी का जब हमने उपासना किया, तब हमारे जीवन में बहुत ही खुशी, एकदम चंगाई और सब भर पेट हम लोग खाकर जीते थे. എന്നിട്ട് അവിടെ ഒരു പ്രത്യേക പദമുണ്ട്, ആൻഡ് സോ നോ ഇവിൾ എന്ന് പറഞ്ഞാല് ഒരു തിന്മയും ഇല്ല. അവർക്ക് തോന്നുകയാണ് ഞങ്ങൾ തിന്മയില്ലെന്ന്, അതേ സമയത്ത് അവരുടെ ഹൃദയം മുഴുവനും ഇവിളാണ്. और वहां पर देखिए कि कोई भी प्रकार का विपत्ति उनके जीवन में नहीं आया, कोई प्रकार का बुराई उनके जीवन में नहीं आया, ऐसा बोल रहे हैं. मतलब क्या है, उन लोग को ऐसा लग रहा था कि कोई भी दुष्टता, कोई भी विपत्ति नहीं है, बल्कि उनका हृदय इतना दुष्ट हो गया है, इतना विपत्ति में है करके ये बात वो लोग नहीं पहचान पा रहे. എന്നാല് യെരമ്യാവിന്റെ അവസ്ഥ എങ്ങനെയാണ്? परंतु यिर्मयाह का अवस्था कैसा था? അവന്റെ ഹൃദയം ശുദ്ധമാണ്, പക്ഷെങ്കിൽ അവന് ബാഹ്യമായിട്ട് ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളുമാണ്. അവനൊരു സ്വസ്ഥതയും അല്ലെങ്കിൽ മാനുഷികമായ രീതിയിൽ ഒരു സേഫ്റ്റി സോണിലല്ല, അവൻ പലപ്പോഴും സ്ട്രഗിളിലായിക്കൊണ്ടിരുന്നു. പക്ഷെ അവന്റെ ഹൃദയം ദൈവത്തിന്റെ നേരിട്ടൊരു ഇടപാടുണ്ടായിരുന്നത് കൊണ്ട് അവനാണ് ആ തലമുറയിൽ ഏറ്റവും വിശുദ്ധനായി ദൈവത്തെ കണ്ട് ജീവിച്ച വ്യക്തി. तो वहां पर लोगों का मन, उन लोगों का शारीरिक जीवन एकदम खुशी और मंगल में था, परंतु यिर्मयाह का जीवन वैसा नहीं था. वो बहुत ही तकलीफ और क्लेश में और बुराई में था, बहुत तकलीफ से वो जा रहा था. पर हम देखते हैं कि यिर्मयाह का मन तभी भी परमेश्वर के लिए पवित्र और निष्कलंक था, क्योंकि उसने प्रभु की ओर का विश्वास उसने नहीं त्यागा था. അപ്പോൾ ഇവിടെ നമ്മളെ കർത്താവ് ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു സമ്പൂർണ്ണ സമാധാനം വരുന്ന രീതിയിലുള്ള ഒരു കർത്തൃത്വം യേശു നയിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി വെളിപ്പെട്ട് വരുന്നത്. तो हम जब इस भूमि में हम जीते समय में हम एक विश्वासी का मन शुद्ध कब रहता है या पवित्र कब रहता है? जब वो विश्वासी का हृदय के सब प्रकार का प्रभुत्व और वो विश्वासी को शांति देने का जिम्मेदारी प्रभु जब ले लेता है, यानी कि वो विश्वासी पूरा प्रभुत्व जब प्रभु यीशु को देगा, तभी वो सच्चा विश्वासी पवित्र है. അപ്പോൾ ഇവര് ദൈവത്തെ വിട്ടുകളഞ്ഞിട്ടും അവർക്ക് സാമ്പത്തികമായ നിലയിൽ വളരെ ഉന്നമനം ഉണ്ടായത് യിരെമ്യാവിനോടുള്ള ബന്ധത്തിലും യിരെമ്യാവിനൊരു വിഷമമായി തീർന്നത് 45 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. तो ये इधर के लोगों ने यहोवा परमेश्वर को छोड़ दिया था, फिर भी उनके जीवन में सब प्रकार का खुशी था, सब प्रकार का धनी का अवस्था था, कोई भी प्रकार का कमी घटी नहीं था. ऐसा अवस्था का जीवन में अगर विपरीत देखा जाए तो यिर्मयाह का उल्टा था. तो उसके विषय में 45 अध्याय जब पढ़ते समय में हम देखते हैं, നമ്മളവിടെ അതിന്റെ 12ാം അധ്യായത്തിൽ, യിരെമ്യാവിന്റെ പുസ്തകം 12ാം അധ്യായത്തിൽ ഈ ചാപ്റ്റർ മുഴുവനും യിരെമ്യാവ് ഒറ്റയ്ക്കും ബാക്കിയുള്ളവരെല്ലാം ദൈവത്തെ വിട്ടു നിൽക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലാണ്. പക്ഷെങ്കിൽ യിരെമ്യാവിന് കഷ്ടവും പ്രയാസവും മറ്റുള്ളവർക്ക് സുഖവും ആനന്ദവുമാണ്. കാരണം അവര് ആകാശരാജ്ഞിയെ സേവിക്കുന്നത് കൊണ്ട് അവർക്ക് ഈ ലോകത്തിലുള്ള സുഭിക്ഷത്വവും അവർക്ക് അനുഗ്രഹവും കിട്ടുന്നുണ്ട്. സാത്താനാണ് അതിന്റെ പിന്നിൽ. तो यहाँ पर ये अध्याय पूरा पढ़ते समय में 44 अध्याय पढ़ते समय में वहां पर हम देखते हैं कि यह इजरायली लोगों को सब प्रकार का खुशी है, आनंद है, शांति है, कोई प्रकार का कमी घटी नहीं है. क्यों? क्योंकि वो लोग आकाश का रानी का सेवा कर रहे थे. परंतु यिर्मयाह का जीवन में सब प्रकार का विपत्ति, क्लेश, कष्ट और दुख था, क्योंकि वो सच्चा यहोवा परमेश्वर को वो सेवा कर रहा था. तो ये लोगों के पीछे जो आकाश का रानी जो सेवा कर रहा है वो कौन है? वास्तव में शैतान था, जो लोगों के मन में बहका कर रखकर उनको जीवन में
शारीरिक जीवन में सुकून दे रहा था। അപ്പോൾ യിരെമ്യാവ് ന്യായങ്ങളെ കുറിച്ച് ദൈവത്തോട് ചോദിക്കുകയാണ്. तो इसलिए यिर्मयाह परमेश्वर से न्याय के बारे में पूछ रहा है। ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? तो दुष्ट लोगों का मन जो देखो हमेशा सुखी से जा रहा है ना, അപ്പൊ അവരൊക്കെയും വേരൂന്നി വളരുന്നു. उनका अवस्था क्या है? वो लोग बिना जड़ का वो लोग बढ़ रहे हैं। എന്നാൽ ഞങ്ങളോ എപ്പോഴും പാപം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിച്ച് ജീവിക്കുന്ന ഞങ്ങളോ അറുക്കാനുള്ള ആടിനെ പോലെയാണ് ലോകം ഞങ്ങളെ കാണുന്നത്. और हम जो हमेशा प्रभु की उपस्थिति में समर्पण करके मन फिरावट करके जी रहे थे, हम लोगों को दुनिया कैसा देख रहे हैं? जैसे कि एक वध हुआ मेमना को काटने जा रहा है, वैसा लोग हमें देखते हैं। അപ്പൊ പൗലോസും തന്റെ ജീവിതത്തിൽ ഇങ്ങനെയായിരുന്നു. എപ്പോഴും ഒരു ലോകത്തിന് മുമ്പിൽ നമ്മള് കൊരിന്ത്യരും ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ യിരെമ്യാവിന്റെ സമയത്തുള്ള വിശ്വാസികളെ പോലെ ആയിരുന്നു കൊരിന്ത്യര്. कोरिन्थी अगर पौलुस का जीवन में भी देखा जाए तो जैसे यिर्मयाह के समय में लोग एकदम कुशल मंगल जीकर और यिर्मयाह दुख में था, उसी तरह कोरिन्थी के लोग के जीवन में भी देखा जाए तो पौलुस के खिलाफ भी वो लोग ऐसे ही कार्य कर रहे थे। നമ്മള് 1 കൊരിന്ത്യർ 4 അധ്യായത്തിൽ വരുമ്പോൾ पहला कोरिन्थी अध्याय 4 में जब हम आते हैं, പൗലോസ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. पौलुस वहां पर एक बात कहता है, അവിടെ അതിന്റെ 4-ാം വാക്യം ഞങ്ങൾ അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 4 का 9 से जब हम पढ़ते हैं, കാരണം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരു ലോകപ്രകാരം ഒരു സമ്പൂർണ്ണ വിശുദ്ധ ഹൃദയം അല്ലാത്തവർക്ക് ഇവൻ ഒരു വിശ്വാസി അല്ല, അല്ലെങ്കിൽ ഇവന് കഷ്ടവും പ്രയാസവും വരും, ഞങ്ങൾക്ക് സുഭിക്ഷമാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നത്. तो कोरिन्थ कलीसिया का मंडली का लोगों का हालत क्या है? देखो, जब संसार के लोग विश्वासियों को देखते समय में और विश्वासी कष्ट में जा रहा है, तकलीफ में जा रहा है, वेदना में जा रहा है, तब संसार के लोग क्या बोलते हैं? देखो ये परमेश्वर का सेवा कर रहा है और देखो कितना तकलीफ कष्ट और विपत्ति है, और हम देखो हमारे जीवन में कितना सुख है, शांति है, कोई भी तकलीफ नहीं है करके। ऐसा अविश्वासी मन कोरिन्थीय विश्वासियों को भी जीवन में था जब वो लोग ने पौलुस का कष्ट को देखा। तो അപ്പൊ 4-9 മുതൽ വായിക്കുമ്പോൾ യിരെമ്യാവിന്റെ അതേ കാര്യം തന്നെയാണ് കൊരിന്തിൽ പൗലോസിനും സംഭവിച്ചത്. तो जैसा हमने यिर्मयाह का पुस्तक में हमने पढ़ा था, वही हालत हम लोग पहला कोरिन्थी 4 का 9 से पढ़ते समय में भी हम देखते हैं। നമുക്ക് അതിന്റെ 11-ാം വാക്യം, उसका 11वां वाक्य पढ़ते समय में, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാൻ ഇല്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. 11 पढ़े, हम इसी घड़ी तक भूखे प्यासे और नंगे हैं और घूसे खाते हैं और मारे मारे फिरते हैं। ഇത് താൻ ഉപവാസം എടുത്തപ്പോൾ ഉണ്ടായ വിശപ്പിനെ കുറിച്ചല്ല പറയുന്നത്. ये पौलुस यहाँ पर उपवास करते समय में हो रहा है ऐसा बात नहीं है, उपवास नहीं कर रहा था पौलुस यहाँ पर। ആഹാരത്തിന് പൈസ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം പൗലോസിന് ഉണ്ടായി. പക്ഷെ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നില്ല. കാരണം തന്റെ ഹൃദയം ശുദ്ധമാണ്. യേശു നടന്ന ആത്മാവിലാണ് അവനും നടക്കുന്നത്. കാരണം ഇത് ദൈവത്തിന് വേണ്ടിയുള്ള അവന്റെ ആ വലിയ ശുദ്ധ ഹൃദയത്തിൽ ദൈവത്തോട് പിറുപിറുപ്പ് വരില്ല. तो पौलुस ऐसा हालत में पहुंच गया है कि उसके पास एक समय का खाना खाने का उसके पास पैसा नहीं है, पैसा ना होने की वजह से उसको भूखा रहना पड़ रहा, खाना खाने के लिए नहीं हो रहा है। ऐसा हालत में भी, ऐसा परिस्थिति में भी वो परमेश्वर के खिलाफ ठट्टा नहीं उड़ा रहा, परमेश्वर को बकबक नहीं कर रहा, बल्कि वो अपने आप को नम्र कर रहा है। जैसे यीशु मसीह ने अपने आप को इस दुनिया में नम्र करके दिया, उसी तरह पौलुस भी अपने आप को समर्पण कर रहा है, मसीह का प्रभुत्व में अपने आप को अधीन करता है। जो व्यक्ति यीशु मसीह का प्रभुत्व में अधीन हो जाता है, वो परमेश्वर के खिलाफ बकबक नहीं करता। മുമ്പേ എന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഇതെല്ലാം തരാമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ തന്റെ അനുഭവത്തിൽ പറയണം, നോക്കുക, ഹങ്കറുണ്ട്, തനിക്ക് ദാഹമുണ്ട്, അതുപോലെ തന്നെ താൻ നേക്കഡാണ്, താനെ മറ്റുള്ളവരാൽ പീഡിക്കപ്പെട്ടു, അവനൊരു സർട്ടൻ ഡ്വെല്ലിംഗ് പ്ലേസ് ഇല്ല. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം വോളണ്ടറി ആയിട്ട് ക്രിസ്തുവിന് വേണ്ടി. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പത്രോസ് പോയില്ല. കാരണം ഇതൊരു വോളണ്ടറി ആയിട്ട് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ദൈവദാസന്മാരുടെ അനുഭവമാണ്. तो यहाँ पर देखो, प्रभु ने वचन में मत्ती का पुस्तक में क्या कहा था? पहला मेरा राज्य और धार्मिकता को खोजो, फिर तुमको क्या खाना, क्या पीना और क्या वस्त्र, ये सब बातें मैं तुमको देता रहूंगा करके प्रभु ने मत्ती में कहता है। लेकिन यहाँ पर पौलुस के जीवन में देखो, उसको भूख प्यास है, मतलब खाना पीने का अवस्था नहीं है, वो नंगा है, वो मार खा रहा है, और वो मार खाते यहाँ पर फिर रहा है, यहाँ पर घर निवास के लिए घर नहीं है। तो यहाँ पर ये सब कष्ट पत्रोस के जीवन में नहीं है, पौलुस के जीवन में। ऐसा क्यों? क्योंकि पौलुस जानबूझकर वो व्यक्तिगत रीति से प्रभु का सेवा करने के लिए निकलते समय में वो ये कष्ट का मार्ग को चुना ताकि मसीह का राज्य को वो बढ़ा सके। वो ये रास्ते से वो गया। മുമ്പേ അവന് രാജ്യം അന്വേഷിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. ആ വാഗ്ദത്തം കർത്താവ് നിറവേറ്റാൻ വിശ്വസ്തനാണ്. പക്ഷെങ്കിൽ പൗലോസിന് അതിന്റെ പുറത്തേക്ക് പോയി കഷ്ടം അനുഭവിക്കണം. ക്രിസ്തുവിന്റെ ശരീരത്തിൽ കുറവായ കഷ്ടം ഒരു ലോക്കൽ സഭ സ്ഥാപിക്കാനായിട്ട് പൗലോസ് ഏറ്റെടുത്ത ദൈവത്തിന് വിലപ്പെട്ട ദൈവദാസനാണ് അപ്പോസ്തലനായ പൗലോസ്.
तो प्रभु का प्रतिज्ञा अभी भी है कि मेरा राज्य और धार्मिकता को खोजेंगे तो मैं तुम्हें बाकी बातें दूंगा, खाने पीना और वस्त्र धोने का, वो प्रतिज्ञा अभी भी है। लेकिन पौलुस उसके भी बाहर जाकर अगर अवस्था क्या होगा, हालत क्या होगा प्रभु का सेवा के लिए, वो जानबूझकर वो कष्ट सहकर, ताकि कलीसिया बांधने के विषय में जो मसीह का कष्ट में कमी था, वो कमी को पूरा करने के लिए कलीसिया का बांधने के विषय में पौलुस जानबूझकर एक कष्ट सहता था ताकि कलीसिया को बांध सके। അപ്പം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പത്രോസിന് സ്വന്തം കൈയാൽ ഒരു വേലയും ചെയ്യേണ്ട, കാരണം താൻ ബിഷപ്പായിട്ട് ഭാര്യയോട് കൂടെ സഞ്ചരിച്ച് സഭയുടെ കാര്യങ്ങളെല്ലാം നോക്കി യാതൊരു കഷ്ടവും കൂടാതെ ജീവിച്ച ആളാണ് പത്രോസ്. पत्रोस का जीवन में देखा जाए तो क्या है, उसको कोई तकलीफ नहीं, क्लेश नहीं, क्योंकि वो अपना पत्नी के साथ जीता था, उसको कोई दुख नहीं, कोई वेदना नहीं, और सब जगह पत्नी के लेकर सब जगह पर सेवा करता था, एकदम सुकून जिंदगी जी रहा पत्रोस। അപ്പോൾ അവൻ ജഡത്തിലല്ല. तो तभी भी वो शारीरिक नहीं है, അവൻ കാരണം അവനറിയാം ഒരു ദിവസം കർത്താവ് എന്നെ ഓർപ്പിച്ചതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുമെന്നും ഞാൻ ഉദ്ദേശിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകും, എന്നെ ക്രൂശിക്കുമെന്നും പത്രോസിന് നേരത്തെ അറിയാം. क्योंकि पत्रोस भी पहले से जानता था कि मैं एक दिन में पकड़वाया जाऊंगा, बंदी गृह में लेकर जाऊंगा, और जिधर मुझे इच्छा नहीं है ऐसा जगह पर लेकर जाकर मुझे क्रूस में चढ़ाएगा। ये बात का दर्शन पत्रोस को पहले से मालूम था। എന്നാൽ കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ അത്യാധിക നിമിത്തം സ്വന്തം പ്രാണനെ ത്യജിച്ചുകൊണ്ട് പൗലോസ് വേലക്കിറങ്ങുമ്പോൾ കൊരിന്ത്യരെ പോലുള്ള വിശ്വാസികളുടെ നടുവിൽ താന് ഇനി ദൈവദാസനാണോ എന്ന് സംശയിക്കുന്ന നിലയിൽ താൻ ആയിത്തീർന്നു. परंतु पौलुस का जीवन में प्रभु का सेवा के विषय में, राज्य के बढ़ोतरी के विषय में वो जानबूझकर ज्यादा कष्ट सहता था ताकि राज्य का बढ़ोतरी होने के विषय में। ऐसा कष्ट सहते समय में कुरिन्थिय मंडली के सामने कुरिन्थिय मंडली के लोग बोलने लगे, क्या ये सचमुच प्रभु का दास है क्या? ऐसा बातें भी उसको सुनने का हालत में आ गया था पौलुस। അപ്പൊ യിരെമ്യാവിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. वापस यिर्मयाह में जब हम आते हैं, അപ്പൊ യിരെമ്യാവ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ ദൈവം പറഞ്ഞു, यिर्मयाह के समय में जब यिर्मयाह ऐसा सोचते समय में यिर्मयाह को परमेश्वर कहता है, 45-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 45 का 5 में हम पढ़ते हैं, पढ़े 5। इसलिए सुन, क्या तू अपने लिए बड़ाई खोज रहा है? उसे मत खोज, क्योंकि यहोवा की वाणी है कि मैं सारे मनुष्यों पर विपत्ति डालूंगा, परंतु जहां कहीं तू जाएगा वहां मैं तेरा प्राण बचाकर तुझे जीवित रखूंगा. നോക്കുക, ഇവിളായിരിക്കുന്ന ജനത്തിലേക്ക് ദൈവം ഐ വിൽ ബ്രിങ് ഇവിൾ അപ്പോൺ ദ ഫ്ലഷ്, ഓൾ ഫ്ലഷ്. എന്നാൽ യിരെമ്യാവിന്റെ ജീവിതത്തിൽ ദൈവം ഇവിൾ കൊണ്ടുവരത്തില്ല. കാര്യം എന്താണ്? തന്റെ ഹൃദയം ശുദ്ധമാണ് അപ്പോഴും. जो मनुष्य दुष्ट है वो दुष्ट लोगों के ऊपर प्रभु दुष्टता और विपत्ति लाएगा, क्योंकि वो लोग दुष्ट है। परंतु यिर्मयाह जो शुद्ध मन का है, उसके जीवन में प्रभु उसका प्राण को बचाए रखेगा, क्योंकि वो शुद्ध और पवित्र है यहोवा की उपस्थिति में। यहोवा उसको संभालेगा। അവിടെ പറയാ, നീ നിനക്കായിട്ട് ഒരു കാര്യം ചിന്തിക്കരുത്, നീ നിന്നെ കരുതണ്ട, ഞാനാണ് നിന്റെ ജീവനെ വിലയ്ക്ക് വാങ്ങിയതാണ്. इसलिए वो तू अपने बड़ाई के विषय में कुछ मत सोचना, मतलब तू अपने बारे में कुछ मत सोचना कि मैं कैसा सुरक्षित रहूंगा, ऐसा यिर्मयाह तू मत सोचना, क्योंकि मैंने तुझे खरीदा है, मूल दाम देकर खरीदा है, तेरा जीवन का सभी बातों को मैं संभालूंगा। നമ്മുടെ ഹൃദയം ദൈവം വിലയ്ക്ക് വാങ്ങി, നമ്മുടെ സോളിനെ ദൈവം വിലയ്ക്ക് വാങ്ങിയ ആ സോളിലാണ് നമുക്ക് അവിശ്വാസം വരുന്നത്. तो जिस प्राण को प्रभु ने मूल दाम देकर खरीदा है, उसी प्राण में अविश्वास आ सकता है। അപ്പോൾ അത് അങ്ങനെ ഒരു ദുഷ്ടഹൃദയം, അതായത് ഇവിൾ ഹാർട്ട് നിങ്ങൾക്ക് ഉണ്ടാകരുത്. इस प्रकार का दुष्ट मन, अविश्वासी मन तुमको ना आओ करके वहां पर इब्रानियों में हमने पढ़ा कि हे भाइयों, तुम चौकस रहो कि तुम्हारे जीवन में कोई प्रकार का बुराई और अविश्वासी मन ना हो. കാരണം നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധമായിരിക്കേണ്ടതിന് ശുദ്ധനായ ഒരു വ്യക്തി അവന്റെ സ്വന്തമായിട്ട് വിലയ്ക്ക് വാങ്ങി, ദൈവത്തിൽ നിന്ന് ആകപ്പാടെയുള്ളത് വിശ്വാസിയുടെ ഹൃദയമാണ് ദൈവത്തിനുള്ളത്. ദൈവത്തിന്റെ സ്വത്തെന്ന് പറയുന്നത് വിശ്വാസിയുടെ ഹൃദയമാണ്. അതിലാണ് അവൻ സന്തോഷിക്കുന്നത്. അവന്റെ പ്രോപ്പർട്ടി, അവന്റേതായിരിക്കുന്ന വെൽത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഹൃദയം. അവൻ ദൈവത്തെ കുറിച്ചുള്ള അവന്റെ പരിജ്ഞാനം, ദൈവത്തിന്റെ മഹത്വം ചിന്തിക്കുന്നത്, ദൈവം എത്ര നല്ലവനെന്ന് പറയുന്നത്, ഇതൊക്കെയുമാണ് ദൈവത്തിന് ഈ ഭൂമിയിൽ പ്രശംസ വിഷയമായിരിക്കുന്നത്. तो इसलिए परमेश्वर की उपस्थिति में परमेश्वर के लिए सबसे मूल्यवान चीज है, या परमेश्वर का धन क्या है? विश्वासियों का मन। क्योंकि परमेश्वर यीशु मसीह ने जब विश्वासियों को मूल दाम देकर खरीद कर रखा, अभी सारे विश्वासी लोग यहोवा परमेश्वर के लिए एकदम मूल्य हो गए, खास हो गए हैं। इसलिए ऐसा विश्वासी जिसका मन हमेशा परमेश्वर की उपस्थिति में सीधा है, वो ऐसा विश्वासी लोग परमेश्वर के लिए बड़ा धन है। परमेश्वर ऐसा विश्वासी को बहुत चाहता है,
और ऐसे विश्वासी क्या करते हैं, वो लोग हमेशा परमेश्वर को धन्यवाद देते हैं, वो लोग स्तुति करते हैं, प्रभु को बोलते हैं प्रभु आप सब बातों में आपने संभाले रखा, क्योंकि यहोवा परमेश्वर महान है, हमारा प्रभु महान है। ये सब सुनने में परमेश्वर को खुशी और अभिमान होता है, क्योंकि प्रभु ने उनके लिए अद्भुत कार्य किया है। അപ്പൊ ദൈവം നമ്മളെ നേരിട്ട് ഭരിക്കുകയാണെങ്കിൽ इसलिए प्रभु जब परमेश्वर जब हमको डायरेक्टली हमारे ऊपर जब राज्य करेगा, നമ്മുടെ ഹൃദയം എപ്പോഴും സന്തോഷിക്കുകയും സമാധാനത്തിൽ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ഭരണമാണ് യേശു ചെയ്യുന്നത്. यीशु हमारे जीवन में ऐसा राज्य करेगा, अधिकार करेगा, जिसमें हमारे जीवन में कोई भी प्रकार का दुख और क्लेश ना हो, बल्कि हमारे मन में, हमारे प्राण में पूर्ण तरह का शांति आ सके, उस तरह का प्रभुत्व करता है। അപ്പോൾ നമുക്ക് സമാധാനമില്ല എങ്കിൽ, परंतु अगर हमारे जीवन में शांति नहीं है, तो നമ്മള് യെരമ്യാവിന്റെ കാലത്തുള്ള ജനത്തെ പോലെയും, നമ്മള് നേരത്തെ ശമൂവേലിന്റെ കാലത്തുള്ള ജനത്തെ പോലെയും, അല്ലെങ്കിൽ പൗലോസിന്റെ കാലത്തുള്ള കൊരിന്ത സഭയെ പോലെയും, കാരണം വ്യക്തിഗതമായിട്ട് അവർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, കാരണം അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഈവിൾ ഹാർട്ടിന് ഉടമസ്ഥരായവർക്കാണ് ഹൃദയത്തിൽ അസമാധാനം. ഏതെങ്കിലും കാര്യത്തിൽ, ഭാര്യയുടെ വിഷയത്തിലോ മക്കളുടെ കാര്യത്തിലോ ഭൗമിക വിഷയത്തിലോ നമ്മൾ എപ്പോഴും സ്വസ്ഥമായിരിക്കണമെന്നാണ് ക്രിസ്തുവിന്റെ റൂളിങ്. അതാണ് ക്രിസ്തു. കാരണം ക്രിസ്തുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ ഒരാൾ സ്വീകരിച്ചാൽ അവന് പ്രൊട്ടക്ഷൻ ഹൃദയത്തിൽ കൊടുക്കുക, പുറത്തല്ല. പുറത്ത് ഭാഗ്യമായി നോക്കുമ്പോൾ അവന് സ്വസ്ഥത കിട്ടത്തില്ല. അതാണ് ആസാഫിന് സംഭവിച്ചത്. तो इसके लिए प्रभु सच्चा विश्वासी कौन है, जिसके अंदर पूरी तरह से शांति और प्रभु का शांति उसको नियंत्रण करके चलाता है। जिस विश्वासी के जीवन में हृदय के अंदर अगर शांति नहीं, प्रभु उसका हृदय में शांति में राज्य नहीं कर रहा है, तो वो विश्वासी का हालत वैसा होगा जैसा शमूएल के समय में इस्राएली लोगों का हुआ, और यिर्मयाह के समय में लोगों का हुआ, और पौलुस के समय में कोरिन्थ का कलीसिया के विश्वासियों का हुआ। ये लोग बाहरी रीति में, ये लोग देखा जाए तो इनको बाहरी रीति से सब प्रकार का सुकून है, परंतु अंदर ही अंदर ये लोग सब लोगों का अवस्था क्या है, ये लोग अशांत अवस्था में है और दुष्टता आ गया है, अविश्वास का मन इनके जीवन में आ गया है। परंतु जो सच्चा मन के लोग हैं, वो लोग हमेशा प्रभु उनका शांति उनका हृदय में देता है। इसलिए प्रभु हमारे हृदय में हमें प्रोटेक्शन देना या हमें संभालने का गारंटी दिया है। बाहरी रीति से कोई भी हमें सुरक्षता का बात बोला नहीं है, लेकिन हमें सुख शांति कहाँ पर दे रहा है, हमें अंदर देता है। അപ്പോൾ എബ്രായ ലേഖനക്കാർ ഇത് അറിയാം. ഇവരെ എബ്രായ വിശ്വാസികൾ ക്രിസ്ത്യാനികളാണെങ്കിലും അവർക്ക് യേശുക്രിസ്തുവിലുള്ള ഒരു സമ്പൂർണ്ണ വിശ്വാസമില്ല. അവരുടെ ഹൃദയം ശുദ്ധമല്ല. അവർ പിന്നെയും മോശയിലാണ്, പഴയ യാഗങ്ങളിലാണ്, അഹരോനിലാണ്, ദൂതന്മാരിലാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്വസ്ഥതയില്ലാത്ത ജനത്തിനാണ് താൻ ലേഖനം എഴുതുന്നത്. അതിന്റെ 4-ാം അധ്യായം 1-ാം വാക്യം വേണ്ടോ? ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന, ക്രിസ്തുവിന്റെ വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും സ്വസ്ഥതയും സമാധാനമാണ്. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. സ്വസ്ഥനായിരിക്കുന്നത് പോലെ തന്റെ ഭക്തനും സ്വസ്ഥനായിരിക്കാൻ ദൈവം, ഇത് ക്രിസ്ത്യാനിത്വത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. इसके लिए प्रभु वहां पर इब्रानियों का पुस्तक में जब लेखक लिखते समय में वो उसको मालूम है कि वो किस प्रकार के लोगों को लिख रहा है। तो ये विश्वासी लोग तो वो लोग बन तो गए थे, लेकिन ये लोग क्या हो गए, वापस वो लोग मूसा का बातों में वो लोग चले गए और स्वर्गदूतों के बातों में चले गए। स्वर्गदूत बड़ा है बोलकर उसके बातें मानने गए, व्यवस्था और पुराने नियम की बातों को पकड़कर चलने लगा। ऐसे लोगों को वहां पर वो लिखकर कहता है कि तुम ये वो बातों में नहीं, इस बातों पर आना है करके। അതുകൊണ്ട് ദൈവം നമ്മളെ അങ്ങനെ ഇരുന്നാൽ ഒരു അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടായാലും ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. तो इस प्रकार का अशुद्ध मन और अविश्वास मन हुआ तो भी परमेश्वर हमें छोड़ता नहीं है। പിന്നെ പറയുകയാണ്, നമുക്ക് നമ്മുടേതായിരിക്കുന്ന വിശ്വാസത്തിന്റെ ഭംഗം വരുമ്പോൾ ഈ മശിഹാ തമ്പുരാൻ തന്നെ നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ മഹാപുരോഹിതനായി തന്നിട്ടുണ്ട്. അതാണ് നമ്മള് അതിന്റെ 4-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ പിന്നെയും പറയുകയാണ്. നമ്മളെ ദൈവദാസന് നമ്മളെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിലേക്ക് നോക്കാതെ നമ്മളെ നോക്കേണ്ട ഒരു വ്യക്തിയെ പിന്നെയും കാണിച്ചു തരികയാണ്. तो इसलिए प्रभु का दास जब इब्रानियों का दास जब खत लिखते समय में वो क्या बोल रहा है, भले तुम्हारे अंदर अविश्वास मन आए तो भी, तुम लोग परमेश्वर के खिलाफ सोचे तो भी, दुष्ट मन आए तो भी तुम लोग घबराना नहीं। ऐसे समय में भी यीशु मसीह तुम्हारा पक्ष पकड़कर तुम्हारे लिए मध्यस्थी करता है पिता परमेश्वर की उपस्थिति में। इब्रानी 4:14 पढ़ते समय में हम देखते हैं, तुम लोग इस विषय में हियाव ना हारो, तुम लोग दुखी नहीं होना, हृदय में तुम लोग बुरा नहीं मानना, क्योंकि यीशु मसीह तुम्हारे साथ है करके ये बात बोलकर वो विश्वासियों को भरोसा दे रहा है। അവിടെ അതിന്റെ 16-ാം വാക്യം और फिर 16 वाक्य में അതുകൊണ്ട് കരുണ ലഭിപ്പാനും, इसलिए आओ ताकि तुम अनुग्रह प्राप्त करे, തക്ക സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഡ്യൂ ടൈം നമ്മളെക്കാൾ അധികമായിട്ട് കർത്താവിന് അറിയാം. കാരണം കർത്താവ് ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ നിൽക്കുന്ന വ്യക്തിയല്ല, കർത്താവിന് എല്ലാം അറിയാം. और जो आवश्यकता के समय में हमें जो अनुग्रह चाहिए
ये बात सबसे बड़ी, हमें कौन सा समय में कैसा अवस्था में हमें अनुग्रह चाहिए करके ये बात यहोवा प्रभु यीशु मसीह अच्छी तरह से जानता है, क्योंकि प्रभु समय से भी बाहर है, समय में सीमित नहीं है, बल्कि समय से भी बाहर है। तो आवश्यकता के समय में क्या हमें जरूरत है ये प्रभु जानता है। അപ്പൊ അവിടെ നമ്മള് ഈ നമ്മുടെ 7-ാം അധ്യായത്തിൽ പിന്നെയും അത് തന്നെയാണ് പറയുന്നത്. और अध्याय 7 में भी यही कहता है. അവിടെ അതിന്റെ 25-ാം വാക്യത്തിൽ വായിക്കുന്നു. 7 का 25 में हम पढ़ते हैं. അതുകൊണ്ട് ഈ അവിശ്വാസമുള്ള വ്യക്തി തങ്ങളുടെ ഹൃദയത്തിലുള്ള അവിശ്വാസം നീക്കിക്കളയാനായിട്ട് ഈ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വരിക എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഒരിക്കലും പിതാവായ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് വിശ്വാസമായി തീരേണ്ടത്. അങ്ങനെ ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് അടുത്തു വരുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം സ്വീകരിക്കും. तो इसके लिए जो जिसके विश्वासी के जीवन में जब अविश्वास मन होता है तो वो लोग उस विश्वासी प्रभु यीशु मसीह की ओर देखना है. यीशु मसीह का विश्वास क्या था? यीशु मसीह के जीवन में जो जब भी तकलीफ, कठिनाई, क्लेश आया तो उन्होंने पिता परमेश्वर को कभी नहीं ठुकराया था. ये बात जब हम विश्वास करते समय में वो यीशु का विश्वास हमें दिया गया है ताकि उस और हम धर्मी गिना जाते हैं. इसके लिए हमें प्रभु पर हमें आश्रय करना है, क्योंकि प्रभु ने कभी भी पिता परमेश्वर को नहीं छोड़ा और त्यागा. उसी तरह हमें प्रभु पर भरोसा करना है. അബ്രഹാമിന്റെ വിശ്വാസമോ മോശയുടെ വിശ്വാസമോ അതിലെല്ലാം പരിമിതികളുണ്ട്. अब्राहम का विश्वास, मूसा का विश्वास, पुराने नियम के विश्वासी लोग जब जीते समय में उनका विश्वास में कमियां थी. എന്നാൽ ഇവിടെ 12-ാം അധ്യായത്തിൽ പറയുകയാണ് നമ്മളെ നോക്കേണ്ടത്, നമുക്ക് പകരമായി നിൽക്കുന്നത് നമ്മളൊക്കെ ദൈവം തന്നിരിക്കുന്ന വിശ്വാസം യേശുക്രിസ്തുവിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. परंतु हमें किसको देखना है करके हम लोग इब्रानियों 12:2 में हम देखते हैं कि उस प्रभु की ओर हमें देखना है जिसका विश्वास में कोई कमी नहीं था. മോശ മുഖാന്തരം അടുത്ത് വരാനല്ല, അല്ലെ അഹരോൻ മുഖാന്തരം, ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഏതെങ്കിലും ഒരു വ്യക്തി മുഖാന്തരം അടുത്ത് വരാനല്ല ദൈവം പറയുന്നത്. 11वां अध्याय में लिखा हुआ विश्वासियों के वीरों के नाम के द्वारा तुम लोग यहोवा परमेश्वर पर आओ, उनका विश्वास के द्वारा परमेश्वर के पास आओ, ऐसा नहीं कहता. നമ്മുടെ പാപനിമിത്തം ദൈവത്തിന് അല്പസമയത്തേക്ക് ക്രിസ്തുവിനെ കൈവിടേണ്ടി വന്നിട്ടും പിതാവിനെ കൈവിടാത്ത ഈ പുത്രനിലാണ് സമ്പൂർണമായും ദൈവം പ്രസാദിക്കുന്നത്. जब यीशु मसीह क्रूस में हमारे लिए पाप बलि ठहराया गया था, वो पाप बलि ठहराते समय में हम पापी लोग जो पाप का सजा सहना चाहिए था, वो सजा प्रभु यीशु मसीह ने क्रूस में सहते समय में भी पिता परमेश्वर ने यीशु मसीह को थोड़े समय के लिए त्याग दिया. उस समय में भी यीशु मसीह ने पिता परमेश्वर को नहीं त्यागा. इतना पक्का विश्वास यीशु का था. उस विश्वास का कर्ता को हमें प्रभु की ओर हमें देखना है. അപ്പൊ നമ്മളോട് ദൈവം പറയുകയാണ്, എന്റെ പുത്രന്റെ പവിത്രത, അതിന്റെ 26-ാം വാക്യം, 7:26, 7 का 26 में जब हम पढ़ते हैं, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ. ഇവനിലുള്ള വിശ്വാസത്താലാണ് നമ്മുടെ ഹൃദയം ശുദ്ധമായി തീരുന്നത്. हमें यीशु मसीह जो पवित्र है, जो निष्कपट है, जो निर्मल है, जो पापियों से अलग है और स्वर्ग से भी ऊंचा है, ये महान प्रभु का विश्वास की ओर हमें आश्रय करना है. നമ്മള് ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ, और एक वाक्य पढ़ते समय में, അതായത് നമ്മളെ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം, प्रेरितों का कार्य 13 अध्याय में, അതിന്റെ 39-ാം വാക്യത്തിൽ 37 പോലുള്ള വാക്യങ്ങൾ, उसका 37 से हम पढ़ते हैं. അവിടെ വായിക്കുന്നുണ്ട്. हम पढ़ते हैं, അവിടെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചതിനോ ദ്രവത്വം കണ്ടില്ല എന്ന് പറഞ്ഞാൽ, ദ്രവത്വം എന്ന് പറഞ്ഞാൽ ജീർണിച്ചു പോയിട്ടില്ല. നമ്മളവിടെ രണ്ട് കാര്യം, ഒന്ന് നമ്മള് ഈ ഭാഗത്തേക്ക് ഈ വാക്യം വായിക്കുന്ന ഒരു വാക്യം കൂടെ വായിക്കേണ്ടത് ആവശ്യമുണ്ട്. परंतु जिसको परमेश्वर ने जलाया वो सड़ने नहीं पाया. तो हाँ, वो मतलब वो सड़न को नहीं देखा, वो सड़न का अवस्था में नहीं पहुंचा. ये वाक्य का गहराई को समझने के लिए इसी के साथ और एक वाक्य हम पढ़ेंगे. നമ്മൾ എബ്രായ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം, इब्रानियों 8:13 में हम पढ़ते हैं. पढ़े. वाचा की स्थापन से उसने प्रथम वाचा को पुरानी ठहराई, और जो वस्तु पुरानी और जीर्ण हो जाती है മോശ മുഖാന്തരമോ അല്ലെങ്കിൽ പഴയ നിയമപ്രകാരമുള്ളതെല്ലാം ദ്രവത്വത്തിലേക്ക് പോകുന്നതും ആ വ്യക്തികൾ അവരുടേതായിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ മാഹാത്മ്യങ്ങൾ അതൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കില്ല എന്നും, എന്നാൽ പഴയതെല്ലാം ജീർണിക്കുന്നത്, ആൻഡ് ഡീക്കേയിങ് ആൻഡ് വാക്സത്ത് ഓൾഡ്, ഇതെല്ലാം
നീങ്ങിപ്പോയിട്ട് പുതിയ കവനന്റ്, യേശുക്രിസ്തു അർപ്പിച്ച രക്തത്താൽ നിയമിതമായ പുതിയ കവനന്റ്, ആ യേശുക്രിസ്തുവിന്റെ വെർച്യൂസ്, അവന്റെ ആട്രിബ്യൂട്ട്സ്, ഇതൊന്നും ദ്രവത്വത്തിലേക്ക് പോയില്ല. അവന്റെ ശരീരമോ അവന്റെ രക്തത്തുള്ളികളോ ദ്രവത്വത്തിലേക്ക് പോയില്ല. ഈ ദ്രവത്വം കാണാത്ത യേശുക്രിസ്തുവാണ് ദൈവസന്നിധിയിൽ പെർഫെക്റ്റ് വിശ്വാസമായി നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഈ യേശുവിനെയാണ്. तो पुराने नियम से आया हुआ, मूसा के द्वारा आया हुआ व्यवस्था और पुराने नियम की बातें, वो सब सड़न को देखा, सड़ने का अवस्था में हो गया, जीर्ण का अवस्था में चला गया है करके हम पढ़ते हैं। परंतु एक नया वाचा जब बांधते समय में हम जानते हैं कि वो नया वाचा प्रभु यीशु मसीह के द्वारा बांधा गया है। उस यीशु मसीह को पिता परमेश्वर ने जब जिलाया तो वो क्या हुआ, वो सड़न नहीं देख पाया, सड़न नहीं हुआ, जीर्ण नहीं हुआ था। ये बात का है नए नियम में प्रभु यीशु मसीह का खासियत। यीशु मसीह का जीवन में उनका लहू और उनका देह, उनका शरीर कभी भी सड़न नहीं हुआ है। लेकिन पुराने नियम की बातों में अभी भी हम देखते हैं एक सड़ावट आया है। इसलिए वो बात को हटाकर जो सड़न आता है, जो मिट जाता है, मिटने का अवस्था है, उस सबको प्रभु ने हटाकर एक नया वाचा प्रभु ने हमसे स्थापना किया। उस नया वाचा में क्या खासियत है, वो कभी जीर्ण नहीं होता, सड़ता नहीं। നമ്മളെ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം കൂടെ വായിക്കാം. पहला कोरिन्दी, इसी के साथ साथ पहला कोरिन्दी 5 का 7 भी हम पढ़ेंगे। ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ഈ പഴയത് കൊണ്ട് വരരുത്. इसलिए प्रभु की उपस्थिति में आते समय में ये पुराना बातों को लेकर नहीं आना है। നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കി കളവീൻ. ആ പഴയതെല്ലാം നീക്കി കളയണം. साथ पढ़ना, पुराना खमीर निकालकर अपने आप को शुद्ध रखो कि नया गुंदा हुआ आटा बन जाओ, ताकि तुम अखमीरी हो, क्योंकि हमारा भी फसह जो मसीह है बलिदान हुआ। तो हम लोग अखमीरी होने की वजह से हमारा पुराना खमीर का जो भी बात है वो सबको निकाल देना है, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. क्योंकि हमारा मसीह जो फिसौन का मेमना है वो बलिदान हुआ है। ഈ പെസഹ കുഞ്ഞാടിന്റെ രക്തമോ അവന്റെ മൂല്യതയോ അവന്റെ വാക്കുകളോ അവന്റെ ആട്രിബ്യൂട്ട്സോ അവന്റെ വെർച്യൂസോ അവന്റെ ഒന്നും നശിച്ചു പോകാത്തതാണ്, നിത്യമായിട്ട്. അതാണ് നമ്മളെ വിലയുള്ളവരാക്കി തീർക്കുന്നത്. ये फिसौन के लिए, फिसौन का मेमना जो हमारे लिए मरा, वो यीशु मसीह, उनका स्वभाव, उनका गुण, उनका लहू, उनका शरीर, वो कभी जीर्ण नहीं होता, बल्कि अनंत काल के लिए है, नित्य के लिए का कार्य प्रभु ने जो हमारे लिए किया है। प्रभु का स्वभाव भी, प्रभु का गुण भी, वो सब नित्य है, अनंत काल का है। उस स्वभाव से और उस विश्वास से हमें प्रभु ने भर दिया है। ആ പുളിപ്പില്ലായ്മ ക്രിസ്തുവാണ്. ആ പുളിപ്പില്ലാത്ത ഉത്സവം യേശു ക്രിസ്തുവാണ്. ये अखमीरी जो अवस्था है, ये जो अखमीरी का त्योहार, ये और कोई नहीं, प्रभु यीशु मसीह है। अखमीरी स्वभाव मतलब यीशु मसीह को दिखाता है। നമുക്ക് അവന്റെ രക്തം അല്ലെങ്കിൽ അവന്റേതായിരിക്കുന്ന ആ കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട് തന്നെയാണ്. അവന്റെ രക്തം പാപമോചനത്തിന് വേണ്ടി ചൊരിഞ്ഞിട്ട് അവന്റെ മാംസം അത് അകത്ത് ഭക്ഷിക്കുന്ന, അവന്റേതായിരിക്കുന്ന ഇറ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ വാല്യൂ, അവൻ നശിച്ചു പോകാത്ത എല്ലാ അവനിൽ നശിച്ചു പോകുന്ന ഒന്നുമില്ല. എല്ലാം നിത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ക്രിസ്തുവിലുള്ളത്. അവൻ സംസാരിച്ചത്, അവന്റെ ചിന്തകള്, അവന്റെ മനോഭാവങ്ങള്, അവന്റെ ഹൃദയത്തിൽ വന്ന കോടിക്കണക്കിന് തോട്ട്, അതെല്ലാം ദൈവസന്നിധിയിൽ വിലയുള്ളതായിട്ടാണ് നിമിഷം തോറും ദൈവം സ്വീകരിച്ചുകൊണ്ടിരുന്നു. मसीह का, मसीह से द्वारा आया हुआ सभी स्वभाव, सभी गुण, यीशु मसीह दुनिया में जीते समय उनका सारा विचार, सभी मनोभावनाएं, जो भी उसने संकल्प किया था, जो भी बातें सोचा था, वो सब बातें अनंत काल का बातें हैं। वो कभी सड़ता नहीं, कभी पुराना नहीं होता। उतना गहराई से है हमारा प्रभु यीशु मसीह, महान यीशु मसीह का जीवन। उस गुण से परमेश्वर ने हमें मसीह में भर दिया है। അതുകൊണ്ട് ഒരു സഭയിലോ നമ്മുടെ കൂടെ നിൽക്കുന്നവരോ നോക്കി നമ്മൾ നിരാശപ്പെടാതെ നമ്മൾ നോക്കേണ്ടത് യേശു ക്രിസ്തുവിനെ തന്നെയാണ്. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അമൂല്യനായ ക്രിസ്തു എത്രമാത്രം മഹത്വവാനാണ്. അവനെ അറിയുന്തോറും നമ്മുടെ ഹൃദയം ശുദ്ധി നമ്മൾ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ പുത്രനെ തന്ന ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുക എന്ന പൗരോഹിത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. इसलिए मंडली में हम एकत्र होते समय में, कलीसिया में एकत्र होते समय में, हमें कभी भी एक दूसरे के भाइयों का कमी को देखकर निराश नहीं होना है, क्योंकि परमेश्वर ने हमें मसीह को दिया है जिसमें कोई कमी नहीं, कोई भी गति नहीं, कोई भी प्रकार का अशुद्धता या जीर्ण होने वाला सड़न अवस्था नहीं। हम लोग सब लोग उस मसीह में हम आए हैं। ये मसीह ने हमें क्या किया है, हम सबको याजकीय सेवा का जिम्मेदारी हमको दिया है। इसलिए हम सब लोग अपने होठों से स्तुति रूपक अर्पण का गीत और बलिदान को हमें अपना होठों से चढ़ाकर परमेश्वर को धन्यवाद, पिता परमेश्वर को लगातार धन्यवाद देना है, क्योंकि उन्होंने ऐसा महान मसीह को, जो जितना अच्छा स्वभाव से, गुण से भरा हुआ है, हमें दिया है। അവിടെ ക്രിസ്തുവിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് നമ്മുടെ ജഡജ്ഞാനം കൊണ്ടാകരുത്. നമ്മൾ അത് ഭയങ്കര
നമ്മൾ അങ്ങനെ ചിന്തിച്ച് നമ്മള് ജ്ഞാനികളാണ് ചിന്തിച്ചു പോകുന്നെങ്കിൽ നമ്മള് വെറും ഭോഷന്മാരാണ്. പരിശുദ്ധാത്മാവിന്റെ സ്വർഗീയ ജ്ഞാനത്തോടുകൂടെ ക്രിസ്തുവിനെ ഇവാലുവേറ്റ് ചെയ്ത് ക്രിസ്തുവിന്റെ മൂല്യത അറിയുന്തോറും നമ്മൾ ഉന്നതകളിലേക്ക് ഉയരുകയാണ്, നമ്മൾ ലോകം വിടുകയാണ്. കാരണം നമുക്ക് ആ ക്രിസ്തുവിന്റെ മൂല്യത നമ്മളെ എപ്പോഴും സ്വർഗത്തിൽ ആക്കി തീർക്കുകയാണ്. സ്വർഗീയന്മാരാണ്, അല്ലെങ്കിൽ നമ്മള് ദൈവത്തിന്റെ മക്കളാണ്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. इसलिए मसीह का मूल्यता को हम लोग कभी भी हमारे शारीरिक मन से या स्वाभाविक मन से कभी हम लोग उनको तोले ना। प्रभु का मूल्यता को हमेशा हमें पवित्र आत्मा की मदद से हमें तोलना है और मूल्यता को समझना है। हमारा शारीरिक मन से, हमारा बुद्धि से अगर हम तोलने के लिए मूल्यता करने जाएगा तो हम लोग परमेश्वर के खिलाफ अन्याय कर रहे हैं, क्योंकि हमें पवित्र आत्मा की मदद से है हम प्रभु को समझते हैं। उस हम समझ में आकर हमें प्रभु की उपस्थिति में आकर हमें समर्पण करना है, क्योंकि हमारा बुद्धि यहाँ पर नहीं, प्रभु ने जो कार्य किया है ये आत्मा हमें समझाकर हमें समर्पण करना है। നോക്കുക, യിരെമ്യാവിനോട് 45 അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നീ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചിന്തിക്കരുത്. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ വലിയ കാര്യം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവം വലിയ കാര്യമാണ് നമുക്ക് വേണ്ടി ചിന്തിക്കുന്നത്. इसके लिए जैसा परमेश्वर ने परमेश्वर ने यिर्मयाह से कहा, तू अपने लिए कोई भी बड़ा बातें ना खोजना, अपने लिए कुछ ऊंचा चीजें नहीं सोचना, क्योंकि तुम्हारे लिए जो बड़ा है और ऊंचा है वो कौन है? यीशु मसीह है। परमेश्वर ने हमें सबसे बड़ा और उत्तम और श्रेष्ठ चीज यीशु मसीह है जो हमको दे दिया है। उसी के बारे में हमें सोचना है, और कोई अपने खुद के लिए बड़ा बातें नहीं सोचना। അപ്പോൾ ഇസ്രായേൽ മക്കള് ആകാശരാജ്ഞിക്ക് അപ്പം ഉണ്ടാക്കുന്നു, സ്ത്രീകള് മാവ് കുഴയ്ക്കുന്നു, കുഞ്ഞുങ്ങൾ വിറക് പെറുക്കുന്നു, പുരുഷന്മാര് ആ അടുത്തിരുന്ന് തീ കായുന്നു. ഇതെല്ലാം കണ്ടിട്ട് യിരെമ്യാവ് ഹൃദയത്തിൽ തീ പിടിച്ചു. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ സഭയുടെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ വേദനിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഏത് ഗണത്തിലാണ് ദൈവം കാണുന്നത്? യിരെമ്യാവിനെ പോലെ, ശമൂവേലിനെ പോലെ, പൗലോസിനെ പോലെ നമുക്ക് വിശ്വാസവീരന്മാരുടെ ഒരു നേർക്കാഴ്ച കിട്ടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. इसलिए जब यिर्मयाह ने जब 44 अध्याय में पढ़ते समय में हम देखते हैं, उस यिर्मयाह ने क्या देखा कि इस्राएली लोग आकाश का स्त्री परमेश्वर को, रानी को बलिदान कर रहे हैं। उनके पुरुष लोग, बच्चे लोग लकड़ी उठा रहे, स्त्री लोग आटा गूंद रहे, पुरुष लोग आग के सामने बैठकर बलिदान कर रहे हैं। ये सब देखते समय में यिर्मयाह का मन खुलने लगा और वो बोलने लगा कि देखो कैसा अशुद्ध काम परमेश्वर की उपस्थिति में कर रहा है। उसी तरह नए नियम के हम जो विश्वासी है, हम लोग यहोवा के लिए हमें खड़ा रहना है। प्रभु यीशु मसीह का सच्चाई के लिए हमें खड़ा रहकर, लोग हमें कुछ भी बोले तो भी वचन का सच्चाई के लिए खड़ा रहकर हमें खड़ा रहना है। अगर ये सच्चाई के लिए अगर हम लोग खड़े नहीं रहेंगे तो हमारा अवस्था कितना दयनीय अवस्था है, बुरा अवस्था हो गया है हमारे, क्योंकि हम लोग प्रभु का बातों को पहचान नहीं पा रहे। इसलिए प्रिय प्रभु हमें सहायता करे कि अशुद्ध दुनिया में हम लोग विश्वास के साथ और पवित्र मन के साथ हम लोग जिए। Praise the Lord. Praise the Lord.